അസമിലെ സിൽച്ചാറിൽ നിന്ന് ബംഗാളിലെ സോൾദായിലേക്ക് തിരിച്ച കാഞ്ചൻജുംഗ എക്സ്പ്രസ് രാവിലെ 8:30 രംഗപാണി സ്റ്റേഷന് തൊട്ടടുത്ത് വെച്ച് സിഗ്നൽ തെറ്റിച്ചെത്തിയ ചരക്കു തീവണ്ടി പാസഞ്ചർ തീവണ്ടിക്ക് പിറകിൽ ഇടിച്ചു കയറി. പാസഞ്ചർ തീവണ്ടിയുടെ 2 കോച്ചുകൾ പൂർണ്ണമായും 1 കോച്ച് ഭാഗികമായും പാളം തെറ്റി. കോച്ചുകൾക്കിടയിൽ യാത്രക്കാർ കുടുങ്ങി. നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. നാട്ടുകാരും യാത്രക്കാരും ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും എല്ലാം രംഗത്ത്. ഏകോപനവുമായി ജില്ലാ ഭരണകൂടവും പോലീസും. ചരക്ക് തീവണ്ടിയുടെ ലോക്കോ പൈലറ്റ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. The injuries are not fatal. We have already rescued them with their luggages. एवं एखाने हम लोग लोकल का एम्बुलेंस भी हम लोग अरेंज कर चुके हैं. ठीक है, वो जो पैसेंजर्स हैं हम लोग उन लोग को बाहर निकाल के जब हम लोग नमाज पढ़ के बाहर निकले तो हम लोग को मतलब खबर आया कि हमारे यहाँ 2 किलोमीटर अंदर एक ट्रेन दुर्घटना हुई है. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗാളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയിലാണ് അപകടമുണ്ടായത്. ഡാർജിലിംഗിലെത്താൻ സഞ്ചാരികൾ പ്രധാനമായി ആശ്രയിക്കുന്ന റൂട്ടാണിത്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനം രേഖപ്പെടുത്തി. ഞെട്ടൽ രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി മമതാ ബാനർജി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ സജീവമായി ഇടപെട്ടു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഡൽഹി റെയിൽവേ മന്ത്രാലയത്തിൽ വാർ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.